ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് അയലമീൻ വെച്ചിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു കറിയെ. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് 2 അയലമീനാണ്. അത്യാവശ്യം വലിപ്പമുള്ള മീനാണ്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഇതിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും മാറ്റം വരുത്തണം. അപ്പോൾ ഞാനിതെല്ലാം നന്നായിട്ടൊന്ന് വൃത്തിയായി കഴുകി വെട്ടിത്തേച്ച് കഴുകി എടുത്തിട്ട് വരട്ടെ. ഞാനിവിടെ മീനൊക്കെ ചെറുതാക്കി ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ്. ഇനി ഞാനിവിടെ ചേർക്കുന്നത് പുളിവെള്ളമാണ്. നിങ്ങൾക്ക് വാളംപുളിയോ അല്ലെങ്കിൽ കൊടംപുളിയുടെയോ വെള്ളം ഒഴിക്കാവുന്നതാണ്. രണ്ടും എടുക്കുമ്പോൾ ഒന്ന് അരിച്ച് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ചെറിയ ഉള്ളി, അതുപോലെ ചെറുതാക്കി അരിഞ്ഞ് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. വളരെ സിമ്പിളാണ് ഈ ഒരു കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് സമയമൊന്നുമില്ല, വളരെ സിമ്പിളാണ്. ഇനി അരിഞ്ഞ് വെച്ചേക്കുന്ന ചെറിയൊരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ചെറിയ ഉള്ളിക്കകത്ത് തന്നെ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അത് പച്ചവെള്ളമോ ചൂടുവെള്ളമോ ഏതാണേലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിത് അടുപ്പിൽ വെച്ചിട്ട് മീനൊന്ന് വെന്ത് വരുന്നോടം വരെ വെയിറ്റ് ചെയ്യാം. ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടോ നോക്കാം. നമ്മുടെ മീനൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒഴിക്കാം. അപ്പോൾ അടുപ്പൊക്കെ ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഈ അയലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ. അപ്പോൾ കുറച്ചുകൂടി ഗ്രേവിയൊക്കെ ഉണ്ടെങ്കിൽ പൊറോട്ടയുടെ ഒക്കെ കൂടെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ.